അങ്ങനെ നമ്മുടെ രേവതിയെ ദ്രോഹിച്ച നമ്മുടെ ചന്ദ്രമതി കിട്ടുന്നല്ല ഒന്നൊന്നര ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ആര്? നമ്മുടെ സച്ചി തന്നെ. അല്ലാണ്ട് ആരാ കൊടുക്കുന്നത്? ഹോ, നമ്മുടെ ചന്ദ്രമതി താങ്ങാത്ത അത്രയും ഭീകരമായ ഒരു ശിക്ഷ എങ്ങനെ നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ തോന്നി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂവിലേക്ക് നേരിട്ട് പോയേ പറ്റൂ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും കുഞ്ഞും കൂടി പോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ പോകുന്ന സമയത്തിന് കുമാരപുരത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ കുമാരപുരത്ത് ഇറങ്ങിയതിന് ശേഷം അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ പിന്നാലെ നമ്മുടെ ആ ഒരു വായ്നോക്കി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനും കൂടി പോവുകയാണ്. നമ്മുടെ ശ്രുതിയെ ഉപദ്രവിക്കാൻ ചെന്നിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന്, സച്ചിയുടെ അല്ല, നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടിയ ആളുണ്ടല്ലോ, നിർമ്മലിനോ നിശ്ചലിനോ അങ്ങനെ ഏതാണ്ടാണല്ലോ പുള്ളിക്കാരൻ്റെ പേര്. ആ പുള്ളിക്കാരനും കൂടി ഇങ്ങനെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി വീട്ടിലെ ആകെ ടെൻഷനാണ്. പുള്ളിക്കാരത്തിക്ക് ഇപ്പം നല്ല ടെൻഷനിലാണ്. അപ്പോൾ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇപ്പം നിനക്ക് നല്ല ടെൻഷനാണല്ലോ, വിവാഹം എടുത്തപ്പോൾ നിനക്ക് ഉള്ള സമാധാനവും കൂടി ഇല്ലാതായെന്നാണല്ലോ തോന്നുന്നത്, എന്താ ശ്രുതി ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ മീര ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, അതേ മീര, എനിക്ക് ഇത്രയും ദിവസം നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതൊന്നും ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എല്ലാം തെറ്റിയിരിക്കുകയാണ്. എൻ്റെ എല്ലാ വിശ്വാസങ്ങളും തെറ്റിച്ചത് അമ്മയും രേവതിയും കൂടെയുള്ള ആ ഒരു അടുപ്പമാണ്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ആദിക്കാണെങ്കിൽ രേവതിയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ഫോണിലൊക്കെ സംസാരിക്കും. അതെനിക്ക് നല്ല വിഷമമുണ്ട്. അത് ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് തന്നെ ഞാനും ആദിയും അമ്മയും തമ്മിലുള്ള ബന്ധം രേവതി വഴി അറിയാനിടയായ എൻ്റെ എല്ലാ പരിശ്രമങ്ങളും വെറുതെയാവും എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മീര പറയുകയാണ്, അത് അമ്മയോട് പറയരുതെന്ന് പറഞ്ഞാൽ പോരെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങാനും ഏതെങ്കിലും ഒരു കുഞ്ഞു വഴിയിലൂടെ അത് അവർ മനസ്സിലാക്കിയാൽ, ഒരു പക്ഷേ ആദ്യ വഴിയെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ ബാധിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മീര പറയാണ്, എൻ്റെ ശ്രുതി നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ സുധിയെയും കൂട്ടി ഒരു രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് വിവാഹം കഴിക്കുക. അത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ലല്ലോ. നീ അത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണല്ലോ നീ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ, നാളെ തന്നെ നീ വിവാഹം കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയണ, അത് പറ്റില്ല മീര, എനിക്ക് സുധിയെയും സുധിയുടെ വീട്ടുകാരെയും ചതിക്കാനാവില്ല. കാരണം 10 ലക്ഷം രൂപയാണ് ആ ആൻറ്റി എനിക്ക് ഈ പറയുന്ന കണക്ക് എനിക്ക് എൻ്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടി പാർലർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നത്. അപ്പോൾ പിന്നെ ആ ആൻറ്റിയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ എനിക്ക് വിവാഹത്തിന് വേണ്ട പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ കൂടാതെ തന്നെ ഓർണമെൻറ്റ്സ് ഇത് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് ആ വീട്ടുകാർ കല്യാണവും നാട്ടുകാരെ മുഴുവനും അറിയിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കത് പറ്റില്ല മീര എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര നമ്മുടെ ശ്രുതിയോട് പറയണം, നീ സമാധാനമായിട്ടിരിക്കുക ശ്രുതി, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ വിവാഹത്തിന്, അതിനെ അമ്മച്ച് എന്തായാലും ആരും അറിയില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നീ സമാധാനമായിട്ടിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീര നമ്മുടെ ശ്രുതിക്ക് നല്ല ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആ ഒരു ധൈര്യത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ എന്താ പറയുന്നത്, ശ്രുതിയുടെ കുഞ്ഞും ആദിക്കുട്ടനും നമ്മുടെ അതുപോലെ തന്നെ അമ്മയും കൂടി അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി വാതിൽ തുറന്നു, അവരകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം മറ്റേ അങ്ങേരുണ്ടല്ലോ, അങ്ങേര് മാനേജർ, പുള്ളിക്കാരിങ്ങനെ പമ്മി 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 ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. ആദ്യം അമ്മയും കൂടി കയറി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി പുള്ളിക്കാരൻ കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇനി അകത്തേക്ക് ചെല്ലുന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതാണ് ഇത്രയും നേരത്തെ കാര്യമെന്ന് വെച്ചാൽ. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ അച്ചമ്മയും അതുപോലെ തന്നെ നമ്മുടെ
അച്ചമ്മയും ആ, നമ്മുടെ നമ്മുടെ രവീന്ദ്രനും ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വിവാഹം മോടിയായിട്ട്, അതായത് താലിമാറ്റൽ കെട്ടൽ ചടങ്ങ് അട്ടിപ്പൊളിയായിട്ട് നടന്നതിൻ്റെ സന്തോഷത്തിലാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ അച്ചമ്മയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അമ്മേ എന്തായാലും അവസാനം വരെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു, ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല, എല്ലാവരും എത്ര ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മയും പറയുകയാണ്, അതേ രവി, എല്ലാം സന്തോഷത്തിൽ തന്നെ കലാശിച്ചിട്ടുണ്ട്, അത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയം പിന്നീട് നമ്മുടെ രേവതിയും സച്ചിയും അവരുടെ മുറിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി സുന്ദര കുട്ടനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, നെറ്റിലൊക്കെ കുറിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ്, ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ രേവതി വണ്ടിയിൽ പോവാതിരുന്നാൽ എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഇന്ന് പോണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, പോവാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ, ഒന്നത് മേലൊക്കെ നല്ല വേദനയുണ്ട്, പോണ്ടാന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ ഇതിപ്പോൾ റെൻറ്റിനെടുത്ത വണ്ടിയല്ലേ, പിന്നെ ഈ വണ്ടിയാണെങ്കിൽ എനിക്ക് അത്ര എന്താ പറയുന്നത്, ഞാനുമായിട്ട് ഈ വണ്ടി അത്ര പൊരുത്തപ്പെട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് നല്ല മേലുവേദനയൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇത്തിരി കുഴമ്പൊക്കെ ഇട്ട് തടവി തരാം എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, ഏയ് വേണ്ട രേവതി, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ആ സമയത്തിന് ഞാൻ ഈ വണ്ടി സ്റ്റാൻഡിൽ ഇറക്കിയാലുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപ കിട്ടിയാലും മതി, അത്രേ ആവുമല്ലോ, വണ്ടിയുടെ ഡ്യൂ അടയ്ക്കണം, അതുപോലെ തന്നെ പണി കഴിഞ്ഞിറങ്ങുമ്പോൾ ഉടനെ നമ്മൾ എല്ലാ ബാധ്യതകളും തീരണം എന്നൊക്കെ പറയുകയാണ്. കുറേ ബാധ്യതകളൊക്കെ ഒത്തിരി ഇല്ലേ, പലിശക്കാർക്കും ഒക്കെ ആയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് വരണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും കൂടി ഇങ്ങനെ അവരിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് അവർ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, താലിമാറ്റൽ കെട്ടലിൻ്റെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അത് നടന്നതിനെയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്, പിന്നാലെ രേവതിയുണ്ട്. അപ്പോൾ സച്ചി പറയണം, അച്ചമ്മേ എന്നും പറഞ്ഞിട്ട് വരികയാണ്. എന്താടാ നീ എന്താ ഈ പാൻറ്റൊക്കെ ഇട്ടിട്ട് നീ ഇത് എങ്ങോട്ട് പോകുന്നു? അച്ചമ്മേ, ഞാൻ വേറെ എങ്ങോട്ട് പോകാനാണ്, ഞാൻ എൻ്റെ കാറും കൊണ്ട് ഞാൻ പോവാൻ പോവുക. കാറും കൊണ്ട് പോവാനോ ഇന്നത്തെ ദിവസവും? വേണ്ട വേണ്ട, ഇന്നത്തെ ദിവസം നീ എങ്ങും പോകണ്ട, നിൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ. എന്താ അച്ചമ്മേ, താലിയൊക്കെ മാറ്റി കെട്ടിയില്ലേ? എടാ സച്ചി, താലി മാറ്റി കെട്ടിയെന്നും പറഞ്ഞിട്ട് ഇനിയും ഒരുപാട് ചടങ്ങ് ബാക്കിയുണ്ടെന്ന്. ഇനി എന്ത് ചടങ്ങാ അച്ചമ്മേ ബാക്കിയുള്ളത്? ദേ താലി തന്നെ 2 തവണയാണ്, 2ാമത്തെ തവണയാണ് ഇപ്പോൾ ഞാൻ അവളുടെ കഴുത്തി കെട്ടുന്നത്, ഇനി എന്താ 3ാമത്തെ തവണയും കൂടി കെട്ടണമെന്നാണോ അച്ഛമ്മ ഈ പറയുന്നത്? എടാ ചെറുക്ക, നീ ഒന്ന് അടങ്ങി നിൽക്കുക, പറയുന്നത് കേൾക്ക്. എന്തായാലും ഇന്നത്തെ ദിവസം നീ ഇപ്പോൾ എങ്ങും പോകണ്ട, ഇന്നിപ്പോൾ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നീട് ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യം നീ എന്താ മറന്നു പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മ. അപ്പോൾ സച്ചി പറയണം, ഇനി ശാന്തി മുഹൂർത്തം അതൊക്കെ പിന്നെ ആവാലോ അച്ചമ്മ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പറയണം, ദേ സച്ചി, ഒരു കാര്യം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ഇപ്പോൾ നടന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ്, അതുപോലെ തന്നെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഈ ശാന്തി മുഹൂർത്തം, അതും ഇന്ന് നടന്നിരിക്കണം എന്നിങ്ങനെ പറയണം. ആയിക്കോട്ടെ അച്ചമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് ഇങ്ങനെ നമ്മുടെ 2 കണ്ണുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ ചന്ദ്രമതിയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇതും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണം, അച്ചമ്മേ എന്തായാലും ഞാൻ പോട്ടെ. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണം, ശരി, നീ പോണെങ്കിൽ പൊയ്ക്കോ, നിൻ്റെ പ്രാരാബ്ധത്തിൻ്റെ കെട്ട് നീ ഇനി അഴിക്കാൻ നിൽക്കണ്ട, അത് കേട്ട് മടുത്തു എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ അച്ഛൻ പറയണേ, എടാ സച്ചിക്കുട്ടാ, നീ ഇങ്ങനെ 24 മണിക്കൂറും ദാരിദ്ര്യ കണക്ക് പറഞ്ഞിരുന്നാലുണ്ടല്ലോ, ഉള്ളത് കൂടി ഇല്ലാതായി പോവും, അതുകൊണ്ടാണ് പറയുന്നത് ഒരു വീടിനകത്ത് എപ്പോഴും ദാരിദ്ര്യ കണക്ക് പറയാൻ പാടില്ലടാ എന്നിങ്ങനെ പറയുകയാണ്. ആയിക്കോട്ടെ അച്ഛമ്മേ, ഞാൻ എന്തായാലും പോട്ടെ. അപ്പോൾ ഉടനെ നമ്മുടെ രവി പറയണേ, നീ പൊയ്ക്കോ, 9 മണിക്കാണ് ഈ പറയുന്ന കണക്ക് ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയം കുറിച്ചിരിക്കുന്നത്, നീ എന്തായാലും ഒരു 8 മണിക്ക് വീടെത്താന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അച്ഛാ അത് 8 മണിയൊക്കെ കഴിയുന്ന സമയത്താണ് ശരിക്കും ഓട്ടം വരുന്നത്, ആ സമയത്താണ് ഇരട്ടി പൈസ വാങ്ങിക്കാൻ പറ്റുന്നത് എന്ന് പറയാണ്. എന്തായാലും 8 മണി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 1000 രൂപ കൂടുതൽ ഓടാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് സച്ചി പറയണം, ഒരു 10-12 മണി വരെ ഓടിയിട്ട് വന്നാലും മതിയോ? അപ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണം, വേണ്ടടാ, 12 മണി ആക്കണ്ട, നീ വെളുപ്പാങ്കാലം കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം,
അപ്പോൾ ഉടനെ അച്ഛൻ പറയാണ്, ദേ സച്ചി, മര്യാദയ്ക്ക് രവി പറഞ്ഞതുപോലെ 8 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരാമെന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ ഒരു കളിയും നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ സച്ചി അച്ഛമ്മയോട് പെട്ടെന്ന് വരാമെന്നൊക്കെയുള്ള ആ ഒരു സമ്മതത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രേവതി ഇത് കേട്ടിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ സച്ചി പോയതിന് ശേഷം നമ്മുടെ രേവതി അകത്തേക്ക് അടുക്കളയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി സച്ചി പോയ നേരത്തിന് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയാണ്, അമ്മേ, അവൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ ഇപ്പോഴേ ഒന്നും ശാന്തി മുഹൂർത്തത്തിനോട് ഒരു താല്പര്യമില്ല, പിന്നെ എന്തിനാ നിങ്ങളൊക്കെ കൂടി അവനെ നിർബന്ധിക്കുന്നത് എന്നിങ്ങനെ പറയണം. അച്ഛമ്മ ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, അല്ലെങ്കിൽ തന്നെ അവൻ്റെ ചേട്ടൻ സുധിയല്ലേ, സുധിയുടെ വിവാഹം ആവാറായിരിക്കുകയാണ്, അപ്പോൾ അവരുടെ വിവാഹവും ശാന്തി മുഹൂർത്തവും ഒക്കെ കഴിഞ്ഞിട്ട് പോരെ ഇവൻ്റെ കാര്യം. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയണം, ദേ ചന്ദ്രമതി, ഈ കാര്യത്തിൽ നീ എന്തിനാ വെറുതെ കിടന്ന് വാശി പിടിക്കുന്നത്? അവനെയും നീ തന്നെ പെറ്റതല്ലേ, എന്തിനാ ചന്ദ്രേ 2 മക്കളെയും 2 കണ്ണുകൊണ്ട് കാണുന്നത്? ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടല്ല അമ്മേ പറഞ്ഞത്. എന്തായാലും ഇതൊന്നും ശരിയല്ല അമ്മേ. അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? അവരുടെ ശാന്തി മുഹൂർത്തം ഇപ്പോഴേ കഴിയണമെന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ശാന്തി മുഹൂർത്തം സംഭവിച്ചില്ലെന്നും പറഞ്ഞ് എന്താ തലയിൽ വല്ലതും ഇടിഞ്ഞ് വീഴോ എന്നിങ്ങനെ ചോദിക്കണം ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ അച്ഛമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അച്ഛമ്മ ഇരുന്നടുത്തുനിന്ന് ചാടിപ്പറിച്ച് 4 കാലും പറിച്ച് എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതിയെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയണം, ഹെടി ചന്ദ്രേ, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, മാറി നിൽക്കടി അങ്ങോട്ട്. ദേ, ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി മേലാ നീ എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത്. വന്നാലുണ്ടല്ലോ, നിനക്കിത്രയും പ്രായമായെന്നൊന്നും ഞാൻ നോക്കത്തില്ല, നീ എൻ്റെ കൈയുടെ ചൂടറിയും എന്ന് പറയുകയാണ്. അതിനുശേഷം അച്ഛമ്മ പറയണം, എടി നിനക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? നീയും ഈ സച്ചിയുടെയും രേവതിയുടെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഈ പ്രായത്തിൽ എത്തിയത്, അതുകൊണ്ടേ ഈ ഒരു കാര്യം പറഞ്ഞ് നീ ഇനി മേലെ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് പറയുകയാണ് അച്ഛമ്മ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ എന്നിട്ട് അവിടെ നിന്ന് ദേഷ്യം വന്നങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറയണം, എൻ്റെ രവിയേട്ടാ, നിങ്ങൾക്കെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേ ചന്ദ്രേ, നീ കൂടുതൽ സംസാരിക്കല്ലേ, അമ്മയുടെ വായിരിക്കുന്ന ഇപ്പോൾ കേട്ടത് പോരെ, ഇനി നീ എൻ്റേതും കേട്ടേ അടങ്ങോളോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രേവതിയെ കാണുകയാണ്. രേവതിയെ വെട്ടുപോത്തിനെ നോക്കുന്നതിനൊക്കെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ രേവതി ആണെങ്കിലുണ്ടല്ലോ, ഗ്ലാസും പാത്രമൊക്കെ ഇങ്ങനെ കഴുകിയത് കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഡൈനിങ് ടേബിൾ